ചത്താപ്പച്ച ഇറങ്ങാൻ പോണേ, എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ? എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. മമ്മൂക്കി ഉണ്ടെന്ന് പറയണ്ടേ, ലാലേട്ടൻ ഉണ്ടെന്നൊക്കെ പറയണ്ടേ. കാരണം ലാലേട്ടന്റെ പെങ്ങളുടെ മോനല്ലേ സംവിധാനം. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കൊച്ചിക്കാരുടെ പടല്ലേ, കത്തും. മമ്മൂക്ക ബിലാല് ഇതിൽ കൊച്ചിക്കാരനായിട്ട് വന്നല്ലേ. അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു കൊച്ചി കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ടെറർ ആക്ഷൻ സാധനം വന്നു കഴിഞ്ഞാൽ പടയ്ക്കും. ഈ ചത്താപ്പച്ച ഇപ്പൊ ഭയങ്കര ഹൈപ്പിലാ നിക്കണം. അപ്പൊ ദുബായിലെ പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് ലാലേട്ടനെ പ്രൊമോഷൻ ചെയ്തില്ലേ, പെങ്ങളുടെ മോനല്ലേ സംവിധാനം. അപ്പൊ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ എന്തൊക്കെ ഉണ്ട് പടത്തില്. കത്തും. ഒരു 500 കോടി ക്ലബിൽ കയറില്ലേ? 500 കോടിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പടം കഴിയട്ടെ അതിന് പറയാം. ഈ മമ്മൂട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാ നോക്കി കാണുന്നത്? മാസമായിരിക്കും, വില്ലനായിരിക്കും. അണ്ടർടേക്കർ പോലത്തെ ഒരു എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കും. ലാലേട്ടന്റെയോ? ലാലേട്ടനൊന്നും അറിയില്ല. വോയിസ് ഓവറാന്ന് പറയേണ്ടി ഒന്നും പറയാൻ കാണാണ്ട് അതിന് പറയാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഹൗസ്ഫുൾ ആണ്. 4 സ്റ്റുഡിയോയിലും ചത്താപ്പച്ച തന്നെയാണ് കാണുന്നത്. ട്രെൻഡ് ആയില്ലേ. മമ്മൂക്കി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഫാൻ ബേസ് ഇല്ലേ. ആരിഫ് അശോകൻ അങ്ങനത്തെ ഒരു ടീമിന്റെ വേറെ ഫാൻ ബേസ് ഉണ്ട്. ചത്താപ്പച്ച തൂക്കും, ഗംഭീരവും. അർജുൻ അശോകൻ കത്തും, സൂപ്പർ സ്റ്റാർ ആവും. അർജുന അശോകൻ നല്ല കഥ, നല്ല കഴിവ്. വിജയോ? എനിക്കറിയില്ല വിജയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആർക്ക് പറയുന്നത് കേൾക്കുന്നു. കാണാൻ വഴിയുന്നുണ്ടേ. ആകെ ചുമ്മാ ആളുകൾ റൂമേഴ്സ് ആണെന്ന് എനിക്കൊന്ന് കാണാൻ, അങ്ങനൊന്നും കാണാൻ വഴിയത്. എക്സ്പെക്ടേഷൻ എങ്ങനെയാ? ചത്താപ്പച്ച ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് നേരത്തെ എടുത്തു കഴിഞ്ഞു. പടം ഒരു ന്യൂജൻ പടമായിരിക്കും. ന്യൂജനെ ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. നല്ല പ്രതീക്ഷയുണ്ട്. മമ്മൂക്ക ഉണ്ടെന്നൊക്കെ പറഞ്ഞു. മമ്മൂക്കിയായിട്ട് ലാലേട്ടൻ ഉണ്ടെന്ന് ആരും പറയണ്ടായിരുന്നു. ലാലേട്ടൻ റിവ്യൂ ആണ് പടം ആക്ട് ചെയ്യുന്ന. നല്ല പ്രതീക്ഷയുണ്ട്. ന്യൂജൻ പിള്ളേർക്ക് പറ്റിയ പടം ഇഷ്ടപ്പെടും. നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യാം. പടം കാണട്ടെ. നല്ല 95% ഉറപ്പിട്ട് പടം നന്നാൻ സാധ്യതയുണ്ട്.